അന്ത്യനാളായി കഴിഞ്ഞാൽ എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ പ്രത്യക്ഷമാകും. തതജാറബിഹിമുൽ അഹ്വാഉ, അവരിൽ ദേഹേച്ഛകളാണ് സഞ്ചരിക്കുക. അവരുടെ ശരീരത്തിൽ സഞ്ചരിക്കുക ദേഹേച്ഛകളാണ്. വിഷബാധയേറ്റവനിൽ സഞ്ചരിക്കുന്നത് പോലെ എന്ന് പറയുന്നു. അവസാന കാലമാകുമ്പോൾ എന്റെ ജനങ്ങളിൽ, എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ, അക്വാമ്, ചില വിഭാഗങ്ങൾ, ഒരു വ്യക്തിയല്ല. ഇത് കള്ളുടിയെ പറ്റി പറഞ്ഞ ഇതല്ല. കള്ളുടി ഒരു കൗമല്ല, അതൊരു വ്യക്തിദോഷം. ഇവിടെ അക്വാമുൻ, പ്രസ്ഥാനങ്ങൾ, വിഭാഗങ്ങൾ, ആശയധാരയുടെ കള്ളുടിയല്ല, ഇത് പെണ്ണുടിയല്ല. പെണ്ണുടിക്കാൻ വേണ്ടി ഒരു വിഭാഗം തയ്യാറായത് ചരിത്രത്തിലില്ല. കള്ളുടിക്കാൻ വേണ്ടി ഒരു വിഭാഗം തയ്യാറായതും അത് ആഹാര, അത് വ്യക്തിപരമായ മനുഷ്യന്റെ ദോഷം. ഇവിടെ എങ്ങനെയാണ് അക്വാമും എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ പ്രത്യക്ഷം. ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് വിഭാഗങ്ങൾ. അക്വാമുൻ ദേഹേച്ഛകൾ അവരെ സ്വാധീനിക്കും, അവരെ മഥിക്കും, അവരെ ബാധിക്കും, അവരെ സ്വാധീനിക്കും, അവരെ കൊണ്ട് അടമുട്ട് നിലനിൽക്കും, അവരുടെ കളിക്കും ദേഹേച്ഛകൾ. പേവിഷബാധയേറ്റ വ്യക്തിക്ക് ആ പേവിഷം അയാളിൽ എങ്ങനെയാണ് സഞ്ചരിക്കുക, എങ്ങനെയാണ് അയാളിൽ സ്വാധീനിക്കുക, എങ്ങനെയാണ് അയാളിൽ ഉള്ളിൽ പ്രവർത്തിക്കുക, അപ്രകാരമായിരിക്കും ദേഹേച്ഛകൾ അവരെ സ്വാധീനിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ പദങ്ങൾ പൊതുജനങ്ങൾക്കുള്ളതാണ്. അവർക്ക് മാത്രമല്ല, അവർക്ക് അതിൽ നിന്ന് ഒരു അളവ് കിട്ടും. എന്താണ് അളവ്? ഇങ്ങനെ ഓടുക. അതിനൊരു ബാഹ്യമായത് മനസ്സിലായെങ്കിൽ മനസ്സിലാവും, നീ മനസ്സിലാവില്ല. എന്നാലും ഓടുക. ഇബാറാത്തുകളാ പദങ്ങൾ. ഈ പദങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അതിന്റെ ഒരു കൂലി നമുക്ക് കിട്ടും. അതിന്റെ ഒരു ബാഹ്യമായ തരത്തിൽ കിട്ടിയതും കിട്ടും. അർത്ഥത്തിലൊക്കെ ബാഹ്യമായത് കിട്ടും. ഇഷാറാത്തു, അതിന്റെ സൂചനകളുണ്ട്. അതിൽ ഖാസ, പ്രത്യേകക്കാരായ ഉലമാഇന് കിട്ടും. ലതായിഫു, അതിന്റെ ഗൂഢമായ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഔലിയാക്കൾക്ക് കിട്ടും. ഹഖായിഖു ലിൽ അംബിയ, അതിന്റെ യാഥാർത്ഥ്യപ്പെടലുകൾ നബിമാർക്കേ കിട്ടും. അപ്പോൾ ഇമാം ശാഫിഈ മനസ്സിലാക്കാത്ത ഒരു ഖുർആൻ ഉണ്ടായിരിക്കും, അത് ഈസാക്ക് മനസ്സിലാവും. ഇവർ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈസാ നബി വന്നാൽ ഷാഫിയാവോ നഫിയാവോ ഇവരെയോ അവർക്ക് കളിയാക്കണവരെ ഒരിക്കലും മറുപടി പറയരുത്. മറുപടി ഒന്നും കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഒരു ലക്ഷ്യം കളിയാക്കില്ല. കളിയാക്കുന്ന ലക്ഷ്യം ആ ചോദ്യം എത്ര അപകടകരമായ ചോദ്യം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അല്ലെ സാഹിബുൻ നബുവ, ആളാരാ? നബിയ. വഹി ഇനി കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിലും ആളാരാ? നബിയ. നേരത്തെ പറഞ്ഞു ഒരു നബിയാണോ അതിന്റെ ഹഖീഖത്തുകൾ എടുക്കാൻ കഴിയും? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യും? ഇഞ്ചീലുകൾ ഒഴിവാക്കും. ഖുർആൻ എന്തെടുക്കും? അതിന് മനസ്സിലാക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ഉലമാഇനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധികൾ, ആ വിധി ഒരിക്കലും ഈ ആലിമിന് ഒരു മദ്ഹബ് തന്നാലും കിട്ടില്ല. കാരണം അവരെന്താ അതിന്റെ ഹഖായിഖ് എന്നാ പറയുന്നത്. അവർക്ക് ഒരു മദ്ഹബിന്റെ ആവശ്യമില്ല, അവരിൽ അപ്പുറത്താണ് അവർ. അതായത് ഇമാം ശാഫിഈയും അറിയാത്ത ഒരു ഖുർആനുണ്ട് ഈ വിഷയം അനുസരിച്ച്. ഇതാണ് വിഷയം. ഇമാം ശാഫിഈ അറിയാത്ത ഒരു ഖുർആൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞ ഖുർആന്റെ അളവ് എത്ര നിസ്സാരമായിരിക്കും. ഇന്നത്തെ ഇത് ഭയങ്കര വലിയ വിഷയം. നമ്മുടെ ഇന്നത്തെ ഒരു ഒരേ ക്ലാസ് എന്ന് പറഞ്ഞാൽ 10-21 കൊല്ലായിട്ടും നമ്മൾ ശരിക്ക് പറഞ്ഞ ഖുർആന്റെ ഒരു കാൽഭാഗം പോയിട്ട് 10% പോലും ഇപ്പം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഖുർആൻ പഠിപ്പിക്കല്ല, ഖുർആൻ പഠിപ്പിക്കൂലാന്ന് പഠിപ്പിക്കുന്നു. ഇതാണ് ഈ ക്ലാസ് വിഷയം. ഇത് ഖുർആൻ പഠിക്കാൻ നമ്മളെപ്പോഴത്തേക്ക് കഴിയില്ല. നമ്മൾ അതിന്റെ മുഫസ്സിരീങ്ങളെ അവലംബിക്കണം. ഇപ്പൊ നൂറ് നബിയുടെ ചർച്ച വന്നപ്പോൾ ഞാൻ അത് സംബന്ധമായ ചില കിതാബുകൾ ഈ ആഴ്ച നോക്കി. ഒന്ന് പ്രത്യേകമായി തർക്കീസ് ചെയ്ത്, ഒന്ന് സെൻട്രലൈസ് ചെയ്ത് ഒന്ന് നോക്കി. അപ്പോൾ അത്ഭുതമാണ്. ചില എത്ര അന്മാരാണ് ചില ആയത്തുകളുടെ താഴെ ഒരു ഷീറു. ഈ ഇഷാറാത്തുകളെ പറ്റി ഇവിടെ പറഞ്ഞു. ഇഷാറാത്തുൽ ഖാസ, ചില പ്രത്യേകക്കാരായ ആലിമ്യങ്ങൾക്ക് ഇഷാറത്തിൽ നിന്ന് മനസ്സിലാവും, നമുക്കതും മനസ്സിലാവില്ല. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ എന്ന മുനീർ എന്ന വാക്കിൽ നിന്ന് ചില മുഫസ്സിരീങ്ങൾ പറയാണ് എന്ത്? അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രകാശം, അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ പ്രകാശം മുഹമ്മദ് മുസ്തഫയാണ്. ഇതിൽ ഇഷാറത്തുണ്ട്, ഈ ആയത്തിൽ ഇഷാറത്തുണ്ട്. നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അള്ളാഹു നൂറ് സമാവാത്തി വല്ലതും എന്ന ആയത്തിലും ഈ അധ്യായത്തിലും പറയുന്നുണ്ട്. ഒമാ
റഹ്മത്തല്ലിലാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അപ്പിയാൽ കിട്ടൂല. നമ്മൾ അപ്പിയാർത്ത് എന്താ? എല്ലാവർക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങനെ നാം നമുക്ക് എങ്ങനെ മനസ്സിലാണ്? അതിന്റെ സൂചനകൾ പ്രത്യേകക്കാരായ ഔലിയാക്കളിൽ കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഔലിയാക്കൾക്ക് കിട്ടും. അതിന്റെ ഗൂഢമായ അർത്ഥതലങ്ങളുണ്ട്, വളരെ ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. അത് ഔലിയാക്കൾക്ക് കിട്ടും. ആ ഔലിയാവിന്റെ മഖാമിലുള്ളവരാണ് ഷാഫി, ഹനഫി, ഹംബലി. മനസ്സിലായത്? അവർക്കും അതിന്റെ അപ്പുറത്തെ ഉള്ള അറിയില്ല. അതിന്റെയും അപ്പുറത്തുള്ള മഹാ അടിസ്ഥാന ജ്ഞാനങ്ങളുണ്ട്. അത് ഔലിയാക്കൾക്ക് എത്തിക്കും. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനുള്ളിൽ എല്ലാ ശരീഅത്ത് നിയമവും ഉണ്ട്. പക്ഷെ നമുക്കത് പറഞ്ഞുതരാൻ കഴിയില്ല. നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാം. ഇന്ന് അള്ളാഹുവിന്റെ കലാം സാധാരണ കലാം പോലെ സംസാരിക്കുന്നു. ഫളു കലാമില്ലാഹി അലാ സാഇരിൽ കലാമി കഫളില്ലാഹി അലാ അബ്ദിഹി. അള്ളാഹുവിന്റെ കലാമും മറ്റുള്ള സംസാരവും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹിന്റെയും അള്ളാഹിന്റെ അടിമയുടെയും ഇടയിൽ വ്യത്യാസം എന്താ? അള്ളാഹ് ആരാന്ന് വിചാരിച്ചു ഒരാൾ സ്വർഗത്തിൽ പോയി അള്ളാഹിനെ കാണും. 1000 കൊല്ലം ഒരാൾ സ്വർഗത്തിൽ അള്ളാഹിനെ കണ്ടാലും അള്ളാഹുവിന്റെ ഹഖീഖത്തിൽ നിന്ന് ഒരു ബഹറിൽ കുത്തിയ സൂചി മുനയുടെ അളവിൽ പോലും അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അവനാണല്ലോ. എന്താ അപ്പൊ ഇതിന്റെ അളവെത്രയാ? ഒരാൾ സ്വർഗത്തിൽ 1000 കൊല്ലം ജീവിച്ചു. ഈ 1000 കൊല്ലം അള്ളാഹിനെ കണ്ടു. എന്നാൽ മിൻ ഹഖീഖത്തി റബ്ബിഹി ഇല്ലാ മിസ്ലൽ ഇബ്റത്തി ദഖലത്ത് ഫിൽ ജൗ ഫിൽ യം. ഒരു ബഹറിലേക്ക് ഒരു മുട്ടുസൂചി കുത്തിയിട്ട് അതിനെ എടുത്തിട്ട് നോക്കിയാൽ എത്ര ഉണ്ടാവും വെള്ളത്തിന്റെ അംശം എങ്കിൽ ആ അളവിൽ അല്ലാതെ അയാൾക്ക് അള്ളാഹുവിന്റെ ഹഖീഖത്ത് മനസ്സിലാവും. എത്ര വന്നു കഴിഞ്ഞാൽ 1000കണക്കിന് വന്നു കഴിഞ്ഞാൽ എന്നോ എവിടെ മനസ്സിലാവില്ല? സ്വർഗത്തിൽ നിന്നും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധാരണ നോക്കുന്നവന് പോലും വലതും ഇടതും മുന്നും പിന്നുമായി 2000 കൊല്ലത്തെ വഴിദൂരം കാണാൻ സ്വന്തം കണ്ണുകൊണ്ട് കഴിയും. ആർക്ക്? ഏറ്റവും താഴെയുള്ളവർക്ക്. ഇതാ സ്വർഗം. ആ കണ്ണുകൊണ്ടാ നോക്കണം. സ്വർഗത്തിന് മനുഷ്യന്റെ കണ്ണിന്റെ കഴിവ് ഭയങ്കര. ഒരു സാധാരണ മനുഷ്യൻ സ്വർഗത്തിൽ കാണുന്ന 2000 കൊല്ലം ഒരു ഒട്ടകത്തെ ഓടിച്ചാൽ എത്ര ദൂരം എത്തുമോ അത്ര ദൂരം എത്ര താഴെ കിടക്കുന്ന മനുഷ്യനെ പോലും സ്വന്തം കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ലോകമാണ്. ആ സ്വർഗത്തിൽ അള്ളാന്റെ ഔലിയാക്കന്മാർ 1000 കൊല്ലം അള്ളാനെ കണ്ടാലും, ആ സ്വർഗത്തിൽ അള്ളാന്റെ ഔലിയാക്കന്മാർ അള്ളാനെ കണ്ടാലും ഒരു മുട്ടസൂചി ഒരു ബഹറിൽ കുത്തിയിട്ട് എത്ര വെള്ളം പോകും ആ അളവിലെന്താണ് അള്ളാനെ മനസ്സിലാക്കാൻ. ആ അള്ളാഹും അവന്റെ അടിമയിൽ തമ്മിൽ വ്യത്യാസമാണ്. അള്ളാന്റെ കലാം മറ്റുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് എത്രയാണ്? ഇതാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നപ്പോ എന്താ സംഭവിക്കുക? അപ്പോൾ പിന്നെ അഹ്വാഇൽ വ്യാപിക്കും. അതായത് ഈ കലാമിനെ നമ്മൾ ലളിതവൽക്കരിച്ചാൽ അതാണ് ഇപ്പോൾ സംഭവിക്കുക. ഒരാളും അംഗീകരിക്കൂല. ഇത്തരം ആളുകൾ എന്ത് ഖുർആന്റെ ഈ ലതായിഫ് ഹഖായിഖ് ഇശാറാത്തുകൾ അംഗീകരിക്കൂല. ഹഖായിഖിലേക്ക് നമ്മൾ എത്തൂല. ലതായിഫ് ഇശാറാത്തുകൾ ഹാസ്യങ്ങളായ ആലിമീങ്ങളും ഔലിയാക്കന്മാരായ മഹാന്മാരും പറയും, നമ്മൾ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ഈ സാധാരണ പ്രസ്ഥാനത്തിനപ്പുറം ഖുർആൻ നമുക്ക് അറിയില്ല, കാണില്ല, ഒരിക്കലും ആവൂല. എങ്ങനെയാവുക? എന്റെ പ്രസ്ഥാനത്തിന് സംശയമില്ല. ഈ കലാമി ലാറൈബ ഫീഹി ഞാൻ പറഞ്ഞു, അരിക്കലാമിൽ ദാലിക്കൽ കിതാബ് ലാറൈബ ഫീഹി അവിടെയും പറഞ്ഞു. പ്രത്യക്ഷമായ സാധാരണക്കാരൻ രണ്ടൊന്നാ. എന്റെ വാക്കാണ്, എന്റെ വർത്താനത്തിന് സംശയമില്ല. അള്ളാഹ് പറഞ്ഞു അരിഫിലാമീം ദാലിക്കൽ കിതാബ്. ഇതിന് രണ്ടും പരിഭാഷക്കാരൻ ഒരർത്ഥം വെച്ചു. ഈ വാക്കിന് അള്ളാഹുവും അടിമയും തമ്മിൽ വ്യത്യാസമാണ്. അള്ളാന്റെ കലാമും സാധാരണ ഈ മനുഷ്യന്റെ കലാമുള്ള വ്യത്യാസം. അല്ല, എന്റെയും എന്റെ അടിമയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്റെ കലാമും മറ്റുള്ളവരുടെ. പക്ഷെ പരിഭാഷക്കൻ രണ്ടുപേരും അതിനെ വെക്കുക. ഇന്ന അംസാത്തിന് അംശമില്ല ഞാൻ പറഞ്ഞു, എന്റെ ഈ കിതാബിന് അംശമില്ല പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്തു, നിങ്ങൾ ആ ബുക്കിന്റെ അവസാനം കൊടുത്തു, അല്ലെങ്കിൽ ആദ്യം കൊടുത്തു. എന്റെ ബുക്കിൽ
യാതൊരു വിഷയമല്ല. അമ്മയും പറഞ്ഞു എന്റെ യുക്കിൽ പരിഭാഷിക്കാൻ രണ്ടും ഒന്നാ. സംശയമില്ലാണ് കാസിം പറഞ്ഞു, സംശയമല്ല അള്ളാഹ് പറഞ്ഞു. ഈ അതിന്റെ വസ്തുതയുടെ വ്യത്യാസത്തിന് അള്ളാഹ് പറയുമ്പോൾ അതിനുള്ള ആഴെത്രയാണ്? അള്ളാഹിന്റെ അടിമയും അള്ളാഹ് തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റുള്ളവരുടെ കലാമോ അള്ളാഹിന്റെ കലാമോ വ്യത്യാസം. പരിഭാഷയുടെ ആളുകളായി എല്ലാവരും മാറും. ഖിയാമത്ത് അടയാളം. അങ്ങനെ വരുമ്പോ എന്താ? യഖ്റുജു ഫി ആഖിരി ഫി ഉമ്മത്തി ഖൗമു തതജാറാ ബിഹിമുൽ അഹ്വാഉ കമാ യതജാറൽ കലബു ഫി ബിസ്വഹ്ബിഹി. അന്ത്യനാളായി കഴിഞ്ഞാൽ എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ പ്രത്യക്ഷമാകും. തതജാറാ ബിഹിമുൽ അഹ്വാഉ, അവരിൽ ദേഹേച്ഛകളാണ് സഞ്ചരിക്കുക. അവരുടെ ശരീരത്തിൽ സഞ്ചരിക്കുക ദേഹേച്ഛകളാണ്. കമാ യതജാറൽ കലബു ബിസ്വഹ്ബിഹി, വിഷബാധയേറ്റവനിൽ സഞ്ചരിക്കുന്നത് പോലെ. ഇങ്ങനെ പറയുള്ളൂ. അവസാന കാലമാകുമ്പോൾ എന്റെ ജനങ്ങളിൽ, എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ, അത്വാമു, ചില വിഭാഗങ്ങൾ. ഒരു വ്യക്തിയല്ല, ഇത് കള്ളുടിയെ പറ്റി പറഞ്ഞ ഇതല്ല. കള്ളുകുടി ഒരു കൗമല്ല, അതൊരു വ്യക്തിദോഷം. ഇവിടെ അത്വാമു പ്രസ്ഥാനങ്ങൾ, വിഭാഗങ്ങൾ, ആശയധാരയുടെ ആൾക്കാർ. കള്ളുടിയല്ല, ഇത് പെണ്ണുടിയല്ല. പെണ്ണുടിക്കാൻ വേണ്ടി ഒരു വിഭാഗം തയ്യാറായത് ചരിത്രത്തിലില്ല. കള്ളുടിക്കാൻ വേണ്ടി ഒരു വിഭാഗം തയ്യാറാകും. അത് ആഹാര, അത് വ്യക്തിപരമായ മനുഷ്യന്റെ ദോഷ. ഇവിടെ എങ്ങനെയല്ല. അക്വാവും എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ പ്രത്യക്ഷം. ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ. ഒരുപാട് വിഭാഗങ്ങൾ അക്വാമുൻ ദേഹേച്ഛകൾ അവരെ സ്വാധീനിക്കും, അവരെ മഥിക്കും, അവരെ ബാധിക്കും, അവരെ സ്വാധീനിക്കും, അവരെ കൊണ്ട് അതങ്ങോട്ട് നിലനിൽക്കും, അവരുടെ കളിക്കും ദേഹേച്ഛകൾ. പേവിഷബാധയേറ്റ വ്യക്തിക്ക് ആ പേവിഷം അയാളിൽ എങ്ങനെയാണ് സഞ്ചരിക്കുക, എങ്ങനെയാണ് അയാളിൽ സ്വാധീനിക്കുക, എങ്ങനെയാണ് അയാളിൽ ഉള്ളിൽ പ്രവർത്തിക്കുക, അപ്രകാരമായിരിക്കും ദേഹേച്ഛകൾ അവരെ സ്വാധീനിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തതിന്റെ അർത്ഥം? അതായത് അവന് തോന്നിയതല്ലാത്തൊരു കാര്യം അംഗീകരിക്കില്ല. ഒരിക്കലും അംഗീകരിക്കില്ല. ഒരിക്കലും അംഗീകരിക്കില്ല. 571 ഭൂഗോളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. 571 ഭൂഗോളത്തിൽ പ്രത്യക്ഷപ്പെട്ട, അതായത് ആമിന എന്ന സ്ത്രീ അല്ലാഹുവിനെ പ്രസവിച്ചു. അങ്ങനെ അതാണ് ഞാൻ ഈ പറഞ്ഞത്. 571 ഭൂഗോളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ فسجدت الملائكة كلهم أجمعون وإذ قال ربك للملائكة إني جاعل في الأرض خليفة. تلك الرسل എന്നായത്തിൽ വ്യാഖ്യാനിച്ചു. تلك الرسل എന്നായത്തിൽ വ്യാഖ്യാനിച്ചുണ്ട്. ആരാണ് ശ്രേഷ്ഠൻ? മലക്കൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മലക്കൾ സുജൂദ് ചെയ്തു. ആൾക്ക് അതിലേക്ക് ആരാ ശ്രേഷ്ഠൻ എന്ന ചർച്ചയിൽ ഇമാം റാസി തങ്ങൾ പറയാം. ഇമാം റാസി തങ്ങൾ ആരാണ്? ഉമ്മത്തിന്റെ ഒരു കർണിന്റെ മുജദ്ദിദ് എന്നാണ് ഉമ്മത്തുൽ ഇസ്ലാമിന്റെ അഭിപ്രായം. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഗസാലിയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം റാസിയ. 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? ഇമാം റാസി. ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഉണ്ടാവുക, ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഉണ്ടാവും. മുജദ്ദിദ് തന്നെയാണ്. അതോടുകൂടെ പലതും തകർന്നു. അവരെ പരിശുദ്ധമായ തഫ്സീറുൽ കബീർ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗത്തിൽ നിൽക്കക്കളില്ലാതെ ആ വിഭാഗങ്ങളിൽ നിന്ന് ഭൂഗോളത്തിൽ കേട്ടുകേൾവി പോലുമില്ല. അതിന്റെ കാരണം ഇമാം റാസിയാണ്. അവർ തിൽക്കൽ റസൂലിന്റെ ആയത്തിന് വ്യാഖ്യാനത്തിൽ പറയാം, അല്ലാഹു അമ്പിയാക്കളിൽ ചിലരെക്കാൾ അവരിൽ ചിലരെക്കാൾ നാം ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചില്ലേ? അപ്പോൾ മലക്കുകളുടെ സുജൂദ് അനുസരിച്ച് ആദം നബിയാണല്ലോ മഹാൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് എന്ത്? وإنما أمروا بالسجود لآدم كان نور محمد صلى الله عليه وسلم في جبهته. മുഹമ്മദ് നബിയുടെ നൂറ് പ്രകാശം ആദം നബിയുടെ നെറ്റിത്തടത്തിലുള്ളത് കൊണ്ടാണ് ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളുടെ കൽപ്പന ഉണ്ടായിട്ടുള്ളത്. ഇത് പറയുന്നത് ഇമാം റാസി. നമ്മളാകെ തപ്പിയാൽ കിട്ടില്ല. അതാ പറഞ്ഞത് ഇഷാറാത്ത് ലിൽ ഖാസ. പ്രത്യേകക്കാർക്ക് ഇഷാറാത്തിൽ മനസ്സിലാവും. ഇത് നമ്മൾ വാദപ്രകടനത്തിന് കാര്യം എന്തുകൊണ്ട്? ഇഷാറാത്തിൽ ഈ പറയുന്ന ആലിമിന് അറിയില്ല.
ഇത് പറയുന്ന ആലിമിന് ഈ ഇഷാറാത്തുകൾ ഉദ്ധരിക്കുന്ന ആലിമിന് വാദപ്രയോഗം നടത്താൻ പറ്റും. എന്തുകൊണ്ട്? ഇതോ ഈ ആളുകൾ മഹാന്മാരാണെന്ന് ഉമ്മത്ത് മുസ്ലിമത്തിൽ എല്ലാ അംഗീകരിക്കാൻ കഴിയും. എന്നാൽ അത് പറഞ്ഞു നമുക്ക് കഴിയില്ല. അത് കാര്യത്തിൽ കാണിച്ചിരുന്ന നമുക്ക് കഴിയില്ല. ഓന്റെ കഴിയില്ല, ഓന്റെ കണ്ണീർ തെറിച്ചോണ്ടല്ലേ ഒന്ന് ചോദിക്കണം. നമുക്ക് കഴിയും. ആറാഴ്ച ആയത്തല്ലേ കൊടായിക്കൊണ്ട് നിയമല്ലേ. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പെട്രോൾ മാറി നിൽക്കുമ്പോൾ ഇപ്പോഴും ചേകനൂർ മാറിക്കണത്. ഖുർആനിൽ 5 വഖത്ത് നിസ്കാരം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അത് ചേകനൂർ ശരിക്കും അത് മുന്നേ അംഗീകരിക്കും. എത്ര വാദപ്രയോഗത്തെ അവർ മുന്നേ അംഗീകരിക്കും. എന്തുകൊണ്ട്? 5 എന്നൊരു വാക്ക് പ്രത്യക്ഷത്തിൽ ഖുർആനിൽ ഇല്ല. പിന്നെന്താ? അതിന്റെ ഇഷാറാത്തിൽ നിന്ന് ഉലമാ കണ്ടെടുത്തണം. അത് വ്യക്തമാക്കി തരുന്ന ഒരു 5 കാണിച്ചിരുന്ന കാണിച്ചാൽ കഴിയില്ല, തോറ്റു. ഈ 5 ഹംസ എന്ന വാക്ക് കാണാത്തോളം ഒന്ന് ശരിക്കും ചെയ്യാ, മനസ്സിലാക്കാൻ ശരിക്കാം. എന്താ പറയാന്? പിന്നെ നമ്മൾ പറയും അംഗീകരിക്കൂല. അവരൊന്നും കൂടി മൂത്ത വിഭാഗമാണ്. അവര് അജിത് അംഗീകരിക്കൂല. അവർക്ക് അജിത്തേരാ, അവർ അജിത്തേരാ. ചേകന വിഭാഗത്തിന് ഹരിത്തേരാ. ഖുർആൻ തന്നെയാണ് ധന്യാകുറാനും ധന്യാഹരീത്തും. ഇതിനുശേഷം നിങ്ങൾ ഏത് ഹരീത്താണ് വിശ്വസിക്കുന്നത് എന്നുള്ള ചോദിച്ചിട്ടില്ലേ? അപ്പൊ തന്നെയല്ലേ ഹദീസില്ലല്ലോ. അങ്ങനെയല്ലേ മോനെ ചോദിച്ചത്? ഖുർആന് ശേഷം പിന്നെ എന്ത് ഹരീത്താണ് അങ്ങനെ വിശ്വസിക്കേണ്ടത്? അപ്പൊ ഖുർആൻ ഇവർ അംഗീകരിക്കേണ്ട ഒറ്റ ഹദീസേ ഉള്ളൂ ഖുർആന്. അപ്പൊ ഇത് ഖുർആനാണ്. ഈ ചേകനൂരിൽ ഈ ചേകനൂരിൽ ഇടവണ്ണ ജാമിഅ മദീനയിലെ പ്രൊഫസർ ആയിരുന്നു. അവിടെ നിന്നാണ് മാറിയത്. കേരളത്തിൽ അപ്പുറം ജില്ലയിൽ ചില പ്രത്യേക ഏരിയകളിൽ ചേകനൂര് വളരില്ല. എന്തുകൊണ്ട്? അത് ഹദീസ് അംഗീകരിക്കൂല. ഹദീസ് അംഗീകരിക്കണം എങ്കിൽ ഖുർആൻ സാക്ഷ്യപ്പെടുത്തണം. ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നവരെ എങ്ങനെ സാക്ഷ്യപ്പെടുത്തണം? അവർക്ക് അറിയുന്ന ലളിത ഭാഷയിൽ ഇത്ര ആയിട്ടുണ്ടാവണം. ഖുർആൻ സാക്ഷ്യപ്പെടുത്താൻ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് അവന്റെ ലളിതമായ രൂപത്തിൽ സാക്ഷ്യപ്പെടുത്തണം. നീ അംഗീകരിക്കില്ല. സത്യത്തിൽ ഖുർആനെ ഹദീസാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. ഖുർആൻ ഹദീസിനല്ല സാക്ഷ്യപ്പെടുത്തേണ്ടത്. ഹദീസ് ഖുർആൻ ഹദീസിനെ പറ്റില്ല. മലയിറങ്ങി വന്ന മുഹമ്മദ് മുസ്തഫ 5 വചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതെന്താ ഹദീസറോ? അതുകൊണ്ടാണ് ഇതായത്. ഇന്നൊരാൾ 3 ആയത്ത് കൊണ്ടുവന്നു, 1 ആയത്ത് കൊണ്ടുവന്നു. ഇന്ന ഖുർആനിൽ ചേർക്കാതെ ഇടക്ക് മുഴുവനാണ് നമ്മൾ അംഗീകരിക്കുക. എന്തുകൊണ്ട് അംഗീകരിക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് പുറത്തു വന്നതായി സ്വഹാബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. സ്വഹാബത്ത് വെളിപ്പെടുത്തിയത് എന്താ? ഹബീബായ നബിയുടെ നാവിലൂടെ ഖുർആൻ പുറത്തു വന്നത് സ്വഹാബത്ത് കേട്ട് രേഖപ്പെടുത്തിയത് എന്താ? ഹദീസ് അതല്ലല്ലോ തീരുമാനം. വിദ്യകളത് ഇവർക്ക് കാര്യമില്ല. എന്തുകൊണ്ട്? പേവിഷബാധ അതിന്റെ ആളിൽ പേവിഷമേറ്റവനിൽ ആ വിഷബാധ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകുമോ അത്രത്തോളം അവസാന കാലത്ത് ചില വിഭാഗങ്ങളിൽ അവരുടെ ഹവ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായത്തിൽ അന്ത്യനാളിൽ ചില വിഭാഗങ്ങൾ പ്രത്യക്ഷമാണ്. അവരെ സ്വാധീനിക്കും. അതിന്റെ ആളിൽ സ്വാധീനിക്കുന്നത് പോലെ ദേഹേച്ഛകൾ ആ വിഭാഗങ്ങൾ ആ വ്യക്തികളെയല്ല പറ ആ വിഭാഗങ്ങൾ വെട്ടൂടെ മുതൽ ഇടൂല. ഞാനിൽ പെടൂല. എന്തുകൊണ്ട്? ഞാൻ എന്റെ അഭിപ്രായം പറയില്ല. എന്റെ ഹവ എന്നത് അപ്പോഴേ പറയുന്നു. ഇതേ പച്ച മലയാളം പോലെ ഈ ആയത്തുകളും ഹദീസുകളും വെച്ച് ലോകം തന്നെ മഹത്തുക്കളായ ആരിഫീങ്ങൾ എഴുതി വ്യക്തമാക്കി അതെല്ലാം പൂർത്തിയാക്കി നമ്മളെ മുന്നിൽ സമർപ്പിച്ചതല്ലാത്ത ഒരാശയവും നമ്മൾ പറയില്ല. നമ്മളെ കോപ്പി അറ്റസ്റ്റഡ് ആണ്. നമ്മൾ പറയില്ല, അല്ലാതെ പറയില്ല. മനസ്സിലായോ? തന്നെ ഞാൻ അവർക്ക് ഒരാൾ തന്റെ ചിന്ത അനുസരിച്ച് ഖുർആനെ ഒരു മുസ്തനദില്ലാതെ ഖുർആനെ വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ അവൻ സീറ്റ് എന്ന് മുഹമ്മദ് മുസ്തഫ. ശരി, അപ്പോൾ എനിക്ക്
ഈ ആയത്തിൽ നിന്ന് യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വബശീറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറൻ എന്ന ആയത്തിന് ഈ ആയത്തിൽ അല്ലാഹു റസൂലാണ് ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടി, നൂറിന്റെ സൃഷ്ടി എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? എന്റെ വഴിയാണ് പറയാൻ പറ്റൂല. കാരണം എനിക്ക് മുസ്തനദില്ല, ഖവാസിങ്ങൾക്ക് മുസ്തനദ് ഉണ്ടാവും. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉള്ളിൽ വെളിവാക്യം കാണിച്ചു കൊടുക്കും. ഖുർആൻ പറഞ്ഞാൽ അൽ ഇബാറാത്തു ലിൽ ആമ്മ വൽ ഇശാറാത്തു ലിൽ ഖാസ്സ വൽ ലതായിഫു ലിൽ ഔലിയാഇ വൽ ഹഖായിഖു ലിൽ അംബിയാ. ഖുർആനിൽ 4 തട്ടുണ്ട്. അൽ ഇബാറാത്തു ലിൽ ആമ്മ ഉദാഹരണത്തിന് ഹമീം الكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. അതിന് അറിയണത് അറിയാം, അത്ര തന്നെ. അതിനപ്പുറത്ത് ആമ്മ പൊതുജനം ഖുർആന്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഇബാറാത്തു ലിൽ ആമ്മ വൽ ഇശാറാത്തു ലിൽ ഖാസ വൽ ലതായിഫു ലിൽ ഔലിയാഇ വൽ ഹഖായിഖു ലിൽ അംബിയാഇ. അതിന്റെ പൊതുവായ പദങ്ങൾ ആനിയെ ഉപയോഗിക്കാം, കിട്ടുന്നു. എന്നാൽ വൽ ഇശാറാത്തു ചില സൂചനകൾ ഉണ്ടാവും ആയത്തുകളിൽ. ഒരു ആയത്ത് കൊണ്ട് ആയിരക്കണക്കായ സൂചനകളെ അവർ കണ്ടെടുക്കും. അതിന് ഖവാസിങ്ങൾ ആരെ പോലെ? ഇമാം റാസിയെ പോലെ റളിയല്ലാഹു അൻഹു. ഉമ്മത്ത് നശിക്കുമ്പോൾ അല്ലാഹു തആല അവരെ ആയത്താക്കും. എന്നാൽ അതിനപ്പുറത്താണ് ഔലിയാ. ശൈഖ് മുഈൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇന്ത്യപ്പുറത്താണ് പറയുന്നത്. ഇവർ അംഗീകരിക്കുന്നതുകൊണ്ട് അവർ പകർത്തു, അവർക്ക് തന്നെ അറിയില്ല. ഔലിയായിനെ ഖുർആനിൽ നിന്ന് കിട്ടുന്നത് ഖവാസ് പകർത്തേ ഉള്ളൂ. ഖവാസിന് അത് അപ്രകാരം മനസ്സിലാക്കാൻ കഴിയില്ലെന്നോട് ഒരു ഖവാസ് മാത്രം. ചില പ്രത്യേക ആലിമീങ്ങൾ ഔലിയാക്കളല്ല, നിപുണന്മാരായ ഔലിയാക്കളല്ല, അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ കശ്ഫ് കിട്ടൂല. പക്ഷെ ഈ ഔലിയാക്കളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വിശ്വാസപരമായി തന്നെ അവർ ഹക്കായി പകർത്തും. അത് അങ്ങനെ തന്നെ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ആനിയിലെ ഇവർ രണ്ടൂട്ടരും വിശ്വാസമില്ലാതെ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അവരെ അപ്പുറത്തെ അമ്പിയാക്കൾ ഹഖായിഖു അതിന്റെ മഹായാഥാർത്ഥ്യപ്പെടുകൾ അക്കാലം വരെയുള്ള ആലിമീങ്ങൾ മനസ്സിലാക്കാത്തത് ആര് മനസ്സിലാക്കും? അവർ ഷാഫി അനഫിയെ ചോദിക്കുന്ന മാനല്ല, അവർ ഷാഫിയത്തെ അനഫിയത്തിൽ നിന്നല്ല, അവർ ഖവാസിങ്ങളാണ്. അതിനല്ല അവർ വിധി വരെ അബ്ബെ എവിടുന്ന മനസ്സിലാക്കുക? ഹഖായിഖിൽ നിന്ന്. ഈ ഹഖായിഖ് വളരെ കാലത്തെ പഠനത്തിലായിരിക്കും ഖവാസിന് മനസ്സിലായിട്ടുണ്ടാവുക. അതൊരൊറ്റ മതത്തിൽ എനിക്ക് മനസ്സിലാവും. സയ്യിദ്നാ ഈസ അലൈഹിസ്സലാം കിതാബിന് പോലും പ്രസക്തി ഉണ്ടാവില്ല. കിതാബ് ഓരണ്ടാ വായിക്കേണ്ടതല്ല, ഈ കിതാബിലെ പൊരുളുകളെ ഈസാരി ഒപ്പിച്ചെടുക്കും. ശരിയാ എന്തുകൊണ്ട്? ഹഖീഖത്തറിയും. അവരുടെ അപ്പുറത്തെ സ്റ്റേഷനിലാണ്. നമ്മൾ കോഴിക്കോട് കണ്ടിട്ടില്ല, നമ്മൾ എൽത്തൂർ ഇറങ്ങി ടിക്കറ്റ് എടുത്തന്നെ. പക്ഷെ എൽത്തൂർ ഇറങ്ങി കോഴിക്കോട് എത്താൻ നമുക്ക് കഴിയില്ല. അവിടേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. അതല്ലേ നമ്മളവിടെ കണ്ട പോലീസും ടിക്കറ്റ് കോഴിക്കോട്ടേക്ക് എൽത്തൂർ ഇറങ്ങുന്നവരുണ്ടാവും. കാരണം പ്ലാറ്റ്ഫോം തന്നെ നിലനിൽക്കും. മറ്റു ചില ആളുകളുണ്ട്, അവര് പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നിട്ട് ഫറോക്കിൽ. മനസ്സിലായില്ലേ? അവര് ചിലപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ഫറോക്ക് വരെ പോകും. കോഴിക്കോട് വരെ ടിക്കറ്റാണ്. എന്നാൽ പിടിയും പോലീസും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധം. റെയിൽവേ മന്ത്രി അടക്കം. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇറങ്ങി എന്നുള്ള ചോദ്യം പ്രസക്ത. ഹഖായിഖുൽ അംബിയാ, ഈ ഔലിയാക്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഉമ്മത്തിന് ഒപ്പിട്ട് കൊടുക്കൽ ആരായിരിക്കും? പിന്നെ സയ്യിദ്നാ ഈസ. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇനറിയുന്ന ഹഖീഖത്തുകളെ കഴിയില്ല. അങ്ങനെയുണ്ടോ? അവർക്ക് എല്ലാ പൊരുളുകളും അറിയും. ആ പൊരുളുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. ആ പൊരുൾ അവർക്ക് അറിയുന്നതാണ്. ഇപ്പൊ ശർക്കരയുടെ മധുരം എനിക്കറിയും. അത് ഇവിടെ ശർക്കര കഴിക്കാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് നോക്കാണ്, അത് രുചിയാ, നാവിന് രുചി എങ്ങനെ കൊടുക്കും? അപ്പൊ പിന്നെ എന്തുള്ളൂ? അന്ധമായി വിശ്വസിക്കണം. അള്ളാഹുവിന്റെ ഹബീബിനെ വിശ്വസിച്ചവൻ മുഹമ്മദ് മുസ്തഫ അന്ധമായി വിശ്വസിക്കല്ലേ? സിദ്ദീഖിനെ കുറിച്ച് അന്ധമായി വിശ്വസിച്ച പശു സംസാരിച്ച കഥ പറഞ്ഞപ്പോൾ മുനാഫിഖുകൾ പൊട്ടിച്ചിരിച്ചു ബാക്കിലിരുന്ന്. അപ്പൊ റസൂലുള്ളാഹി ആമൻതു ബിഹി അന അബൂ ബക്കർ ഉമർ ആ സദസ്സിലെ രണ്ടാമത്തെ നബി ആദ്യം പറഞ്ഞു, ഒരാള് പശുവിനെയും കൊണ്ടുപോയി അയാളുടെ ഖേത്തിൽ അയാളുടെ ഫീൽഡിൽ ചെയ്യേണ്ട പണിയൊക്കെ നിലമുഴുതലൊക്കെ ചെയ്ത് വന്ന് തിരിച്ചു വരുമ്പോ രാത്രി ഇസ്രായേലി കാലത്ത് അങ്ങനെ അയാൾ അതിന്റെ പുറത്തേക്ക് കയറി. വൽതഫത്തിൽ ബഖറത്തു ഫഖാലത്ത്, അപ്പോൾ പശു അയാളെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്നു. യാ ഫുലാൻ, എന്റെ പുറത്തുനിന്ന്
കുഴങ്ങിയിട്ടുണ്ട്. പുറത്ത് കയറ്റാൻ വേണ്ടി ഞങ്ങളെ പഠിച്ചിട്ടേ ഇല്ല. മാഹുലക്കന ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇയാളെ പുറത്തേക്ക് കയറ്റാൻ വേണ്ടി. പിന്നെ മാഹുലക്കന അലിഹറാസത്തിന്റെ അറിവ് പരമാവധി ഞങ്ങൾ പാലും മറ്റൊക്കെ തന്നിട്ട് പിന്നെയും ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ, ഒന്ന് നിലം ഇടാനൊക്കെ ഒന്ന് സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടി ഏൽപ്പിച്ചത് കോവർ കഴുത, കുതിര, ഒട്ടകം അതിനൊക്കെയാണല്ലോ ഏൽപ്പിച്ചത്. ഞങ്ങൾ പുറത്തേക്കാൻ പഠിച്ചോ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അതിന്റെ കുട്ടിയെ ഒന്ന് ഇറങ്ങി എന്ന് ആര് പറഞ്ഞു? ആ സൊഫിന്റെ ബാക്കിൽ ഒരു സംഘാടകർ ഉണ്ടായിരുന്നു. അവർ തലാവറുള്ള തലാഹക്കു അവർ പരസ്പരം നോക്കി തിരിക്കാൻ തുടങ്ങി. ബക്രത്തും തത്തക്കല്ലം, ബക്രത്തും തത്തക്കല്ലം, ബക്രത്തും തത്തക്കല്ലം. പശു വർത്താനം പറഞ്ഞു അത്രേ. ഇതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. കളിയാക്ക ആര്? സുൽത്താൻ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തിട്ട് പശു സംസാരിക്കുന്ന കാണിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയും. പക്ഷെ നബി ചെയ്തില്ല. നബി ഇരിക്കുന്ന തൊണ്ണൂറ് മുഷറായി എന്ന് പറഞ്ഞു. ആമൻതു ബിഹി, ഇതിലേക്ക് വിശ്വാസം. അബൂബക്കറും വിശ്വാസം, വിശ്വാസം. ആ രണ്ടാളും ആ സദസ്സിൽ ഇല്ല. രണ്ടാളും അന്ധവിശ്വാസികളാണ്. ആ രണ്ടാളും അപ്പോൾ ആ മജ്‌ലിസിൽ ഇല്ല. പിന്നെ നബി പറയുന്ന അർത്ഥം എന്താ? ഞാൻ വിശ്വസിച്ചു. അബൂബക്കർ വിശ്വസിച്ചു, വിശ്വസിച്ചു. വിശ്വസിക്കുന്നുമല്ല, ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വാക്ക് സഹാബികൾ അവിടെ ഈ വാക്ക് രേഖപ്പെടുത്താനുള്ള കാരണം എന്താ? ഈ വിവരം സത്യത്തിൽ ഇവർ രണ്ടാളും വാക്കിന് മാനമുണ്ടാവണേ. ഈ വിഷയം ഈ രണ്ട് വ്യക്തികളും വായിൽ നിന്ന് അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ട് ഇല്ല. ഈ രണ്ടാമതിന്റെ അർത്ഥം ഒരർത്ഥം. ഇനി വേറെ അർത്ഥം ഞാൻ പിന്നെ പറയും. ഒരർത്ഥം ഞാൻ പറഞ്ഞു ഏതെങ്കിലും പറഞ്ഞാൽ മതി എന്നോ വിശ്വസിച്ചു. എന്റെ അവർ അന്ധവിശ്വാസികളാണ്. അന്ധവിശ്വാസത്തെ ഞാൻ സാങ്കേതിക അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാരിസ്യങ്ങളായ ഹവാസ്യങ്ങളായ ഉലമാനെ വിശ്വസിക്കാത്തവർക്ക് ഖുർആൻ മദീന നോക്കാൻ കഴിയില്ല. നബിയെ വിശ്വസിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരിസ്യങ്ങളായ ഉലമാനെ വിശ്വസിക്കണം. ലോകം കഴിക്കുന്ന ഉലമാക്കൾ ഇമാം ഗസാലി, ഇമാം റാസി, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് റിഫായി, മനസ്സിലായില്ലേ? അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാരിസ്യങ്ങളാ. അവർക്ക് ഒരു ഹവയില്ല. ആരുടെ ഹവയല്ലാതെ അല്ലാഹു റസൂൽ ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. എന്തിനു വന്നു? അവരെന്തിനു പോയി? അവരെന്തിനു ജീവിച്ചു? അവർക്ക് അല്ലാഹ് വിശ്വാസമില്ല, ഒരു താല്പര്യമില്ല. അപ്പോൾ അല്ലാഹു അവരിലേക്ക് അല്ലാഹു എന്ന ചിന്ത അവരിൽ ഇന്തിബായി പോയി. മാറ്റാൻ മാറാൻ പോലും ഒരു കഴിയില്ല. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്ത് പോലും മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് ആയുസ്സിൽ മറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ ഇമാമിനുണ്ട്. എന്ത്? ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്ത് പോലും എന്റെ ആയുസ്സിൽ പുണ്യ റസൂൽ എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരമെങ്ങാനും നബി എന്റെ കണ്ണിൽ നിന്ന് എന്റെ ആയുസ്സിൽ എന്തെങ്കിലും മറഞ്ഞു ഇരുന്നുവെങ്കിൽ മുസ്ലിമീൻ, ആ സമയത്ത് എന്റെ നഫ്സിനെ ഞാൻ മുസ്ലിമീങ്ങളിൽ എണ്ണുകയില്ല. അപ്പോൾ നമ്മൾ ഇസ്ലാം, അവർ ഇസ്ലാം തന്നെ വേണ്ട. നമ്മൾ ബുക്കിലെ ഇസ്ലാമാ, അവരോ നബിയെ കണ്ട് വിശ്വസിക്കാം. നമ്മൾ നൂറ്റാണ്ടുകൾ വ്യത്യാസമുണ്ട്. എന്താ പറയുന്നത്? അല്ലാഹു ഹബീബ് എന്നിൽ നിന്ന് ഒരു കണ്ണിച്ച് തുറക്കുന്ന നേരം പോലും റസൂലുള്ളാഹി ഞങ്ങളിൽ നിന്ന് മറഞ്ഞിട്ടില്ല, എന്നിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരമെങ്ങാനും റസൂലുള്ളാഹി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിമീൻ, ആ സമയത്ത് എന്നെ ഞാൻ മുസ്ലിമായി എണ്ണുകയില്ല. ഇത് പറഞ്ഞാൽ ഈ ആളുകൾ നമ്മളെ കളിയാക്കിയതല്ല, പുതിയ പോസ്റ്റർ വെക്കും. അഹ്മദ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിൽ വന്നിരുന്ന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാത്ത ഒരു കാര്യവും ഞാൻ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഒരു ജനിക്കുന്നത് ഹിജറ 1150 നബുവത്ത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് റസൂൽ വഫാത്തായിട്ടുണ്ട്. ഹിജറ കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോൾ റസൂൽ വഫാത്തായി. ഈ മഹാൻ ജനിക്കുന്നത് ഹിജറ 1150 1150 ഹിജറ 1150 ഹിജറ.
എന്നിട്ടാം ഹിജറ 1230 വഫാത്തായി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ശൈഖാണ്. ഈ മഹാൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് യഖ്ലത്ത് നേരിട്ട് വന്നിരുന്ന് പറഞ്ഞു തന്ന കാര്യമല്ലാതെ ഞാൻ ലോകത്തോട് അവർ ലോകം കണ്ട വലിയാണെന്ന് പറയാത്ത ഒരു മഹാൻ പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞു അഹ്മദ് തിജാനി തങ്ങൾ ലോകം കണ്ട ഒരു മഹാൻ നക്ഷത്രമായ വലിയായിരുന്നു എന്ന് പറയാത്ത ഒരു മഹാൻ ഒരു ഉലമാക്കളിൽ അഹ്ലു സുന്നയിലെ ഉലമാക്കളിൽ ഒരാൾ ചരിത്രത്തിലില്ല. അത്രയും വലിയ മഹാനാണ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവര് പറയാ എന്ത് അല്ലാഹുവിന്റെ ഹബീബ് യഖ്ലത്തിൽ വന്നിട്ട് പറഞ്ഞല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. എത്ര വട്ടം എനിക്ക് ഓർമ്മയില്ല. എന്തുകൊണ്ട് സാധാരണയാണ് അല്ലാഹുവിന്റെ ഹബീബ് എത്ര വട്ടം വന്ന് അറിയില്ല. ഇന്ന് ഈ അഹ്വാന്റെ ആളുകൾ അങ്ങനെ യഖ്ലത്തിൽ ഹബീബായ നബി വരികയില്ല എന്ന് വിശ്വസിക്കുന്നത്. അവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? രണ്ട് കാരണം. ഒന്ന്, ഈ പറയുന്ന നമ്മുടെ അടുത്ത് യഖ്ലത്തിൽ നബി വന്നിട്ടില്ല. രണ്ട്, വിശ്വസിക്കാൻ പോകുന്ന ഈ അവന്റെ ആളുണ്ടല്ലോ, അവന്റെ അടുക്കൽ ഒരിക്കലും നബി അങ്ങനെ الفاظ القرآن للعامة والإشارات للخاصة واللطائف للأولياء والحقائق للأنبياء. ഖുർആൻ എല്ലാവർക്കും ഒരുപോലെയല്ല. സാധാരണക്കാർക്ക് അതിന്റെ പാഠത്തെ അപ്പുറമൊന്നുമില്ല. ഇഷാറാത്തുകൾ മനസ്സിലാവും, ഗൂഢമായ അർത്ഥങ്ങൾ ഔലിയാക്കൾക്ക് മനസ്സിലാവും, ഹഖായിക്ക് അംബിയാഇനെ മനസ്സിലാവും. ഹഖായിക്ക് മുഴുവനും വെളിപ്പെടണമെങ്കിൽ ആര് വരണം? അന്ന് നീതി നടക്കും, അത് ഭൂമിയിൽ നീതി നടക്കും. അത് മുസ്തഫ റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തവരാണ് അസ്ഹാബ് റസൂലില്ല. അത് റൗഖ. അതുകൊണ്ട് അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയായി. പറഞ്ഞു കൊടുക്കണമല്ല, പറയുന്നതിന് പദ്യമുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുക. അൻവാർ നുബുവ മുഹമ്മദിയ്യ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അവരുടെ മുഖത്തിൽ നിന്ന് ഹബീബായവരുടെ മുഖത്തിന് അവരുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ അത് ഇന്തിബായ. അതാണ് സത്യത്തിൽ ഖുർആൻ. അത് നിഷേധികളെ പഠിപ്പിക്കാൻ കഴിയൂല. അല്ലെങ്കിൽ നിഷേധത്തിൽ നിന്ന് വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പറഞ്ഞില്ലേ അബൂബക്കറും ഉമറും ആ സദസ്സിൽ ഇല്ല. പശു സംസാരിച്ചാൽ എന്തുകൊണ്ട്? അത് ഹബീബായ റസൂലുള്ളാഹ് നേരെ പറയൂ എന്ന വിശ്വാസം, അന്ധമായ വിശ്വാസം, ഒന്നും ചിന്തയില്ല, അന്ധമായ വിശ്വാസം. മുത്ത് മുഹമ്മദ് മുസ്തഫ സാങ്കേതിക അർത്ഥത്തിലല്ല ഇവിടെ അന്ധത എന്ന് പറഞ്ഞത്. എന്താണ് വിശ്വാസം? എന്തുകൊണ്ടാണ് ഹബീബ നബിയ മുഹമ്മദ് മുസ്തഫ വർക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒതു കൊടുക്കുമ്പോൾ വെള്ളത്തിന് ഹബീബ റസൂലുള്ളാഹിന്റെ വെള്ളത്തിന് വേണ്ടി താഴെ നിന്ന് കൈനീട്ട ഇത് കണ്ട ഖുറൈശികൾ സ്തബ്ധരായി പോയി. എന്തായി കാണുന്നത്? ഒതു കൊടുക്കുമ്പോൾ കൈനീട്ട മൻ അസ്വാബ മിൻഹു തമസ്സഹ ബിഹി ബദനഹു, കിട്ടിയവരെല്ലാം ശരീരത്തിൽ പെരട്ടെ. വമൻ ലം യുസിബ്, കിട്ടാത്തത് അഖദ മിൻ ബദലി സ്വാഹിബിഹി, കിട്ടിയവന്റെ നനവെടുത്ത് തേക്കാൻ തുടങ്ങി. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയ മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ്. മുസ്ലിമിന്റെ വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഹബീബ റസൂലുള്ളാഹി ഉയർത്തപ്പോൾ ബെഞ്ചിൽ നിന്ന് ആ ഒരു ബെഞ്ചിലേക്ക് ഇറങ്ങിയിരുന്നു. ആ ബെഞ്ചിൽ നിന്ന് ആ വിയർപ്പ് പഠിച്ചെടുത്തു, കാറൂറയിലാക്കി കുപ്പിയ. മുസ്ലിം, എന്തോ മുസ്ലിമെ? അപ്പോൾ പറഞ്ഞു, അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സുഗന്ധം ഇതാ. എന്ത്? റസൂലില്ല, മുസ്തഫയുടെ വിയർപ്പ്. നർജു ബറകതഹു ലിസുബിയാനിനാ, നർജു ബറകതഹു ലിസുബിയാനിനാ. ഞങ്ങളെ കുട്ടികൾക്ക് ബറക്കത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് സൂക്ഷിക്കുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും കഴിഞ്ഞ് ഇത് നാമ്പിച്ചു കൊടുത്താൽ മതി. ഇതിന് ചെറിയ ലാഞ്ചനറ്റി ഒരു വെള്ളത്തിൽ ഇത് കൊടുത്താൽ അത് കുടിക്കും, ഒരു രോഗം മാറും, അവർക്ക് ബുദ്ധി വികസിക്കും. നർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബറകതഹു, ഇതിന്റെ ബറക്കത്തിനെയാണ്. ആർക്ക്? ലിസുബിയാനിനാ, ഞങ്ങളുടെ കുട്ടികൾക്ക്. ആര് പറഞ്ഞു? സ്വഹാബിയത്തായ മുസ്ലിം. മുസ്ലിമിന്റെ മകനാണ് അനസ്. ആ അനസിനെയാണ് ഹബീബ നബിക്ക് പതിമാക്കി കൊടുത്തത്. اللهم لا تؤاخذنا بسوء مفعالنا ولا تهلكنا بخطايانا. اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا من دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله وصحبه الاخيار.